ഹായ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ പോട്ട്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പോയത് പാഞ്ചാലിമേടാണ്. ഇപ്പം നമ്മൾ പാഞ്ചാലിമേടിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ പോകുന്നത് തെക്കേമല വാട്ടർഫാളിലേക്കാണ്. സാധാരണ പാഞ്ചാലിമേട് വന്നിട്ട് അവിടുന്ന് പിന്നീട് സഞ്ചാരികൾ അവിടെ നിന്നും ദൂരെയുള്ള ഡെസ്റ്റിനേഷനുകളിലേക്കാണ് പോവാറ്. പക്ഷെ അങ്ങനെയല്ല, പാഞ്ചാലിമേടിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സ്ഥലങ്ങൾ വേറെയുണ്ട്. അപ്പോൾ അതിൽ പെട്ട ഒരു സ്ഥലമാണ് തെക്കേമല വാട്ടർഫാൾ എന്ന് പറയുന്നത്. പാഞ്ചാലിമേടിൽ നിന്ന് വെറും 5.8 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാട്ടർഫാളിലേക്കുള്ള ദൂരം. ഇപ്പം ഇത് മഞ്ഞുകാലമായതുകൊണ്ട് തന്നെ വാട്ടർഫാളിൽ അങ്ങനെ കുത്തൊഴുക്കൊന്നുമില്ല. കമ്പാരിറ്റീവ്ലി സേഫാണ് ഇപ്പം ഈ ഒരു വാട്ടർഫാളിലേക്ക് പോവാന്ന് പറയുന്നത്. മാത്രമല്ല, ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇവിടെ അത്ര സഞ്ചാരികളെ കൊണ്ട് നിബിഡമായിട്ടുള്ള ഒരു സ്ഥലമൊന്നുമല്ല ഇത്. മാത്രമല്ല, കുഞ്ഞു റോഡ്, അതായത് ഈ ഫോറസ്റ്റിലൂടെയുള്ള ചെറിയ കുഞ്ഞു റോഡിലൂടെ വന്നിട്ടാണ് നമ്മൾ ഈ ഒരു പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഇടുക്കിൻ്റെ ഉള്ളേരിയകളും ആ ഒരു ഗ്രാമപ്രദേശങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് തെക്കേമല വാട്ടർഫാൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഇനി ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പരുന്തുംപാറയാണ്. ഇപ്പോൾ പരുന്തുംപാറ പോകുമ്പോൾ നമുക്കറിയാം, നമ്മൾ മൂന്നാറിലേക്ക് പോകുന്ന സമയത്ത് റോഡ് സൈഡിലുള്ള ഒരു വലിയ വാട്ടർഫാളാണ് ചീയപ്പാറ വാട്ടർഫാൾ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മുണ്ടക്കയത്തിന് കയറി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വാട്ടർഫാളാണ് വളഞ്ഞങ്ങാനം വാട്ടർഫാൾ എന്ന് പറയുന്നത്. ഇത് ചില സഞ്ചാരികളൊക്കെ ഇത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം പാഞ്ചാലിമേട് കാണാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുള്ളത് തീരുമാനിക്കാം. പക്ഷേ ചീയപ്പാറൻ്റെ അത്ര ഹൈറ്റും ഒന്നുമില്ല. പക്ഷേ നമുക്ക് ഈ റൂട്ടിലൂടെ പോകുന്ന സമയത്ത്, റൂട്ട് ആസ്വദിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കിടിലം വാട്ടർഫാളാണ് വളഞ്ഞങ്ങാനം വാട്ടർഫാൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തെക്കേമല വാട്ടർഫാളിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം വീണ്ടും 5.8 കിലോമീറ്റർ മാത്രമാണ്. അപ്പോൾ നമ്മൾ 2 ഡെസ്റ്റിനേഷനുകൾ നമുക്ക് എക്സ്ട്രാ കാണാൻ പറ്റി. ഏതാണ്? പാഞ്ചാലിമേടും അതേപോലെ തന്നെ വളഞ്ഞങ്ങാനം വാട്ടർഫാളും തെക്കേമല വാട്ടർഫാളും. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പരുന്തുംപാറയാണ്. അപ്പോൾ നമ്മൾ കുട്ടിക്കാനത്തുനിന്ന് കുമളിയിലേക്ക് പോകുന്ന റൂട്ടിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പരുന്തുംപാറ. ആ ഒരു ഹൈവേന്ന് നമ്മളൊന്ന് ഡൈവേർട്ട് ചെയ്ത് പോയാലാണ് നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 12:30 കഴിഞ്ഞു. നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഹോട്ടലിൽ കയറി. ആ പോണ റൂട്ടിൽ തന്നെയുള്ള ചെറിയൊരു കടയാണിത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഊണ് കഴിച്ചു. അങ്ങനെ ഞങ്ങളിപ്പോൾ പരുന്തുംപാറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പരുന്തുംപാറയ്ക്ക് ഒരു പ്രത്യേക എൻട്രി ഒന്നുമില്ല, കാരണം ഇത് ഒരു റൂട്ടിനെ ഇടയ്ക്ക് വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു എൻട്രിയോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതായത് 2 ഗ്രാമങ്ങൾക്കിടയിലുള്ള ഒരു സ്ഥലമാണ് പരുന്തുംപാറ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. മാത്രമല്ല, നമ്മുടെ പാഞ്ചാലിമേടുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പരുന്തുംപാറ കുറച്ചും കൂടെ പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പം സമയം ഏകദേശം 1 മണി ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു ഈവനിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഒരു മോർണിംഗിൻ്റെയോ ഒരു ഫീലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നല്ല ക്ലൗഡ്സ് ഒക്കെ ആയിട്ട്, കാരണം ഒട്ടും തന്നെ ചൂടില്ല ഇവിടെ എന്നുള്ളതാണ്. മാത്രമല്ല, ഫോഗും ഉണ്ട്. ഇപ്പോൾ ഫോഗിൻ്റെയൊക്കെ ഒരു കാഠിന്യം എന്താണെന്നുള്ളത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ചില സമയത്ത് ഫോഗ് നന്നായിട്ട് കയറി വരും, പിന്നെ ആ ഫോഗ് അങ്ങ് പോകും, പിന്നെയും വരും. അങ്ങനെയാണ് ആ ക്ലൈമറ്റ് തന്നെ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, പാഞ്ചാലിമേടിനെക്കാട്ടിയും കുറച്ചും കൂടെ ക്രൗഡഡ് ആണ് പരുന്തുംപാറ. ഇവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ചെറിയ ചായ കുടിക്കാനാണെന്നുണ്ടെങ്കിലും സ്നാക്ക് ആണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ കഴിക്കാനും എല്ലാം പറ്റുന്ന ഒരു സ്ഥലം കൂടെയാണ് പരുന്തുംപാറ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പാഞ്ചാലിമേടാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവിടെയല്ല. കുറച്ച് ചെറിയ ചെറിയ കടകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് മലമടക്കുകളും, ശരിക്കും ഒരു മലയുടെ ഒരു സ്ലോപ്പിൻ്റെ അറ്റത്തൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്ത താഴെ കാണുന്ന റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പൂളും ആ ഒരു ചെറിയൊരു കുന്നിൻ്റെ മേലെയാണ് ആ റിസോർട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് താഴെ വരെ പോയിട്ട് വീണ്ടും ഞങ്ങൾ തിരിച്ച് കയറി. കാരണം നമുക്കിവിടെ എവിടെ വേണമെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും, എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി കയറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെ അത്രയും ദൂരത്തിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് പരുന്തുംപാറ എന്ന് പറയുന്നത്. ഞാനങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങനെ കയറി ആ ഒരു സ്ലോപ്പിൻ്റെ ഏറ്റവും എൻഡ് വരെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ വണ്ടി കൊണ്ട്. ശരിക്കും അങ്ങനെ പോകുന്നത് ഡേഞ്ചറാണ്, അങ്ങനെ പോകാൻ പാടില്ല. ഇവിടെ നമ്മൾ താഴോട്ട് നോക്കുന്ന സമയത്ത് ക്ലൗഡ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ആ ഒരു മലയുടെ ഇടുക്കിലേക്ക് താഴോട്ട് ഇങ്ങനെ ക്ലൗഡ് അവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാത്രമല്ല, പരുന്തുംപാറയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ മല ഇങ്ങനെ ഒരു വലിയൊരു അഗാധ ഗർത്തത്തിലേക്ക് ഇങ്ങനെ താഴ്ന്ന് പോകുന്നതാണ് നമുക്ക് കാണുന്നത്. പക്ഷേ ആ ഒരു വിസിബിലിറ്റി നമുക്ക് എപ്പോഴും കിട്ടില്ല, കാരണം പല സമയത്തും ആ താഴ്വാരങ്ങളിലെല്ലാം മഞ്ഞ് മൂടി കിടക്കായിരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, ഇവിടെ നിന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു വാട്ടർഫാൾ കാണാൻ പറ്റും. ആരെങ്കിലും അങ്ങോട്ട് റീച്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല, കാരണം
അത്രയും താഴെയാണ് ആ ഒരു വാട്ടർഫാൾ ഉള്ളത്. ആ മലമടക്കിന്റെ ഇടയിലൂടെയാണ് ആ വെള്ളം പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ക്ലൗഡ് അവിടുന്ന് അല്ലെങ്കിൽ ഫോഗ് അവിടുന്ന് ഇങ്ങനെ കയറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അവിടുന്ന് ഈ കയറി വരുന്ന ഫോഗ് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം മൊത്തം മൂടും ഒരു സമയം. അപ്പോൾ കുറച്ച് സമയത്തേക്ക് പിന്നെ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ നേരത്തെ വന്നപ്പോൾ കിട്ടിയിരുന്ന വിസിബിലിറ്റി നമുക്കിങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. കാരണം ആ താഴേന്ന് ഉണ്ടായിരുന്ന ഫോഗൊക്കെ ഇങ്ങനെ കയറി വരുന്നത്. അപ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്. അപ്പം ഈ റൂട്ടിലൂടെ എപ്പോൾ പോയാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് ഈ പരുന്തുംപാറ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ കുറേ കടകളുണ്ട്. അപ്പോൾ ആ കടകളിൽ ഞാൻ നോട്ടീസ് ചെയ്തൊരു സാധനമാണ്, ഞങ്ങൾ ഇതിനെ പുളിയച്ചാറ് എന്നാണ് കേട്ടോ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ സാധനം. ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഇത്. പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇതിങ്ങനെ തൂക്കി വെച്ചേക്കുന്നത് ഞാൻ കാണുന്നത്. ഇപ്പൊ ഈ എലന്താടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരന്നിട്ടൊരു സാധനമൊക്കെ ഇതിന്റെ വേറൊരു വെർഷനൊക്കെ നമുക്ക് വാങ്ങി കിട്ടാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കാം, നമ്മൾ നേരത്തെ ഇറങ്ങിപ്പോയ അതേ റൂട്ടാണിത്. പക്ഷെ അവിടേക്ക് ഈ ഫോഗ് കയറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഫോഗ് ഇങ്ങനെ പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാനും പറ്റും. അതായത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വിസിബിലിറ്റി ഭയങ്കര പൂറായിട്ട് വരും. ഇപ്പൊ കണ്ടോ, ഇപ്പൊ വിസിബിലിറ്റി ഒക്കെ ഭയങ്കര പൂറായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മുന്നിലിരിക്കുന്ന ആൾക്കാരെ പോലും നമുക്ക് ഒരു ഇച്ചിരി ദൂരേക്ക് മാത്രമാണ് കാണാൻ പറ്റുന്നത്. ഇവിടുന്ന് ഈ താഴെ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ റോഡാണ്, തൊട്ടടുത്ത റോഡാണ്. ആ റോഡിലൂടെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ വണ്ടിയുടെ ഒരു പൊടി പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇപ്പൊ സമയം എന്ന് പറയുന്നത് 2:30 മണിയാണ്, ഉച്ച സമയമാണ്. അതായത് വെയിലിങ്ങനെ തുടങ്ങുന്ന ഒരു സമയമായിട്ടുള്ളൂ. അപ്പോഴേക്കും ഫോഗ് മൂടിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഡിസംബർ ലാസ്റ്റിലോട്ട് ആവുന്ന സമയത്തൊക്കെ ഭയങ്കര ഫോഗായിരിക്കും മിക്കവാറും. ഇവിടെ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇനി പോകുന്നത് കുമളിയിലോട്ടാണ്. ഞങ്ങളുടെ നെക്സ്റ്റ് യാത്ര വരുന്നത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു സ്ഥലത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.